It's becoming pretty clear that the government is going to use their costly budget as an excuse for costly elections. കാനഡയിൽ നിലവിലെ മൈനോറിറ്റി ഗവൺമെന്റ് ആകുന്ന ലിബറൽ ഗവൺമെന്റ് ഏതു നിമിഷവും താഴെ വീഴാനുള്ള സാധ്യതയേറുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളിലും ചൂട് ചർച്ചയായി കഴിഞ്ഞു. നവംബർ 4-ാം തീയതി, അതായത് നാളെയാണ് ഇവിടുത്തെ ആദ്യത്തെ ഫെഡറൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഇപ്രാവശ്യത്തെ മാർക്കാനയുടെ നേതൃത്വത്തിലുള്ള ലിബറൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് മൈനോറിറ്റി ഗവൺമെന്റ് ആണ്. അതായത് മറ്റ് പാർട്ടികളുടെ സപ്പോർട്ടോടു കൂടിയാണ് നിലവിലെ ഗവൺമെന്റ് രൂപീകരിച്ചത്. എന്നാൽ ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലാണ് അവരിപ്പോൾ ആയിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഈ ഒരു ബഡ്ജറ്റ് അവർ അവതരിപ്പിക്കാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ ഓൾറെഡി അതിൻ്റെ കോപ്പികൾ എല്ലാ പാർട്ടിക്കാരുടെയും കയ്യിലെത്തിക്കഴിഞ്ഞു. എന്നാൽ കൺസർവേറ്റീവ് പാർട്ടി ഉൾപ്പെടെ, അതായത് NDP പാർട്ടി, ക്യൂബക്കിലുള്ള മറ്റു പാർട്ടികൾ, എല്ലാ പാർട്ടികളും ലിബറലിൻ്റെ ഇപ്പോഴത്തെ ബഡ്ജറ്റിന് എഗനസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. അവരതിന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഏതാണ്ട് $300 ബില്യൺ അത് കാനഡയ്ക്ക് ഇപ്പോൾ കടക്കണി എന്ന് പറയുന്നത്. ഈ കടക്കണി നിൽക്കുമ്പോൾ ജനങ്ങൾ അതിനേക്കാൾ കടക്കണിയിൽ മുങ്ങിത്താഴുമ്പോൾ അവർ ജനത്തോട് പറയുന്നത്, ഈ ബഡ്ജറ്റിന് ഞങ്ങൾ കൂട്ടുനിന്നാൽ അത് ഇവിടുത്തെ സാധാ ജനങ്ങളെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഓരോ പാർട്ടിക്കാരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ അതിൻ്റെ അകത്ത് വരുത്തേണ്ട മാറ്റങ്ങൾ, ഇന്ന കാര്യങ്ങൾ ചെയ്ത് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ഓരോ പാർട്ടിക്കാരും ലിബറൽ ഗവൺമെന്റിനെ ചൂണ്ടിക്കാണിക്കുന്നെങ്കിലും അവർ അത് മാറ്റാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് അവർ അനുകൂലിച്ചിതിന് വോട്ട് ചെയ്യത്തില്ലെന്ന് ഒരേപോലെ എല്ലാ പാർട്ടിക്കാരും ഇപ്പോൾ അത് പറയാനിടയായിരിക്കുന്നത്. ഇവിടുത്തെ കാനഡയുടെ റൂൾ അനുസരിച്ച് ഒരു ഫെഡറൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് അവർക്ക് മജോറിറ്റി വോട്ടോടുകൂടെ ആ ബഡ്ജറ്റ് പാസ്സാക്കി എടുക്കുവാൻ നിലവിലെ ഗവൺമെന്റിന് സാധിക്കുന്നില്ല എങ്കിൽ ആ ഗവൺമെന്റിന് തുടർന്ന് ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഒരു ഇലക്ഷനിലേക്ക് രാജ്യം പോകണം. അതാണ് ഇവിടുത്തെ റൂള് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള എല്ലാ ഒപ്പോസിഷൻ പാർട്ടികളും, എന്തിനു പറയണം, ലിബറലിന്റെ അകത്ത് തന്നെ നിലവിലെ പാർട്ടിയിലുള്ള, അതായത് ആളുകളുടെ ഇടയിൽ തന്നെ ഒരു വലിയ പൊട്ടിത്തെറിയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അതായത് നിലവിലെ ലിബറൽ ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയാവുന്ന മാർക്കാണി, അദ്ദേഹം പുതിയതായിട്ട് ചുമതലയെടുക്കുമ്പോൾ ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മുൻപിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ട്രംപിന്റെ ആ ഒരു ടാരിഫോടുകൂടെ കാനഡ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയൊന്നുമല്ല. അതോടൊപ്പം തന്നെ ഹൗസിംഗ് ക്രൈസിസ്, അൺഎംപ്ലോയ്മെന്റ് റേറ്റുകൾ റെക്കോർഡ് ഹൈയിൽ വന്ന് നിൽക്കുകയാണ്. സർവത്ര വിലക്കയറ്റം, മനുഷ്യന് ജീവിക്കാൻ പറ്റാതെ നെട്ടോട്ടം ഓടുമ്പോൾ വീണ്ടും ലിബറൽ ഗവൺമെന്റിനെ ജയിപ്പിച്ചു വിട്ടത് ഒരു വലിയ പ്രതീക്ഷയോടെയായിരുന്നു. ട്രംപിനെ പോലുള്ള ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെയുള്ള ടാരിഫ് കാനഡയ്ക്ക് ചുമത്തുമ്പോൾ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗമാകാൻ വെല്ലുവിളിക്കുന്ന ട്രംപിനെ പോലുള്ള ആളുകളുടെ മുന്നിൽ കാനഡയെ പിടിച്ചു നിർത്തുവാൻ ഇദ്ദേഹത്തിന് കഴിയുമെന്നുള്ള ആ ഒരു വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു രണ്ടാമതും ലിബറൽ ഗവൺമെന്റിനെ ആളുകൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചെങ്കിലും, എന്നാൽ ജനങ്ങളൊന്നും പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്ത് ഒരു തരം താണ രീതിയിലാണ് ലിബറൽ ഗവൺമെന്റിന്റെ ഈ കഴിഞ്ഞ ഒരു 6 മാസത്തെ ഭരണം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മനുഷ്യൻ നടുവൊടിഞ്ഞ് നിൽക്കുന്ന ഈ സമയത്ത് സർവത്ര രീതിയിലും എല്ലാത്തിനും വിലക്കയറ്റവും ജോലി സാധ്യതകളും എല്ലാം അസ്തമിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ ആദ്യത്തെ ഫെഡറൽ ബഡ്ജറ്റിൽ തന്നെ, അതായത് നമ്മൾക്കറിയത്തില്ല എന്തൊക്കെയാണ് ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ നിലവിലുള്ള ഒപ്പോസിഷൻ പാർട്ടികൾക്കും മറ്റു പാർട്ടികൾക്കും ഓൾറെഡി അവരുടെ കയ്യിൽ അതിൻ്റെ കോപ്പി കിട്ടിക്കഴിഞ്ഞു. അവരതുകൊണ്ട് അവരുടെ മനസ്സാക്ഷിയിൽ ഈ ബഡ്ജറ്റ് പാസ്സാക്കിയാൽ ഇത് ജനങ്ങൾക്ക് താങ്ങാവുന്നതിനേക്കാൾ അപ്പുറമാണ്, നിലവിൽ ജനങ്ങളുടെ ജീവിതവും അവരുടെ കഷ്ടപ്പാടും അവർക്ക് മനസ്സിലാക്കുന്നത് കൊണ്ട് ഇത് പാസ്സാക്കാൻ അവർ തയ്യാറാകുന്നില്ല. നാളെ ഒരു ദിവസം കൂടെ കഴിയുമ്പോൾ അറിയാം കാനഡയുടെ ഭാവി എന്താകുമെന്ന്.
ഈ പറയുന്ന പാർട്ടികൾ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടികൾ അവരെ ഈ ബഡ്ജറ്റിന് സപ്പോർട്ട് ചെയ്ത് അല്ല വോട്ട് ചെയ്യുന്നെങ്കിൽ ഈ വർഷം തീരുന്നതിന് മുമ്പ്, അതായത് ഡിസംബറിനിപ്പുറം തന്നെ മറ്റൊരു ഇലക്ഷൻ കാനഡ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നതിൽ ഒരു സംശയം വേണ്ട. അങ്ങനെയാണെങ്കിൽ നിലവിലെ ലിബറൽ ഗവൺമെന്റിന്റെ ഒരു വീഴ്ചയാണോ നമ്മൾ കാണാൻ പോകുന്നത്, അതോ കൂടെയുള്ളവർ സപ്പോർട്ട് ചെയ്ത് ഈ ബഡ്ജറ്റ് പാസ്സാക്കിയാൽ എന്തായിരിക്കും ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ഇനി മുന്നോട്ടുള്ള ഭാവി എന്നതും വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി, പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. നയം സനോട് റെക്സി ജോയ്. ബൈ.